തിരഞ്ഞെടുത്തു. ദൈവ പൈതലാ ജീവിക്കുവാൻ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നല്ലവനേ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. നല്ലവനേ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഏപ്രിൽ 30 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ. TV പ്രേക്ഷക സംഗമം കോഴിക്കോട് മെയ് 1 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ശിക്ഷക് സദൻ ഓഡിറ്റോറിയം, പാളയം റോഡ്, ചിന്താവളപ്പ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അബ്രഹാമിന് ദൈവം വാഗ്ദത്തത്തെ കൊടുത്തിരുന്നു. എന്നാൽ 17-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ചിലതും കൂടെ കർത്താവ് അബ്രഹാമിനോട് പറയുന്നത് കാണാം. അതിൽ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടൊപ്പം നടക്കുക, അവൻ്റെ മുൻഭാഗം നടക്കുക എന്നത്. എന്തിനായിരിക്കാം കർത്താവ് അബ്രഹാമിനോട് ഇത് പറയുന്നത്? യഥാർത്ഥത്തിൽ നിൻ്റെ വാഗ്ദത്തങ്ങളെ നീ അനുഭവിക്കണമെങ്കിൽ, നീ അത് പ്രാപിക്കണമെങ്കിൽ ആ സാന്നിധ്യത്തെ വിട്ടുപിരിയാതെ അതിനോടൊപ്പം നടന്നെങ്കിൽ മാത്രമേ നീ വാഗ്ദത്തത്തിൽ എത്തിച്ചേരത്തുള്ളൂ. കർത്താവിന് നമ്മളോട് പറയാനുള്ളത് ഇതാണ്. ദൈവിക സാന്നിധ്യത്തോടൊപ്പം ആരാണോ നടക്കുന്നത് അവർ ആ അനുഗ്രഹത്തിലേക്ക് വരുവാനിടയാകും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ എന്നോടുള്ള വാഗ്ദത്തം ഇതുവരെ നിവൃത്തിയായിട്ടില്ല, ചിലതിൽ ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് നിൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്. ഇന്ന് നിങ്ങൾ അത്ഭുതം അനുഭവിക്കുന്ന ദിവസമാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഈ പകൽ ചിലരോട് ഞാൻ ദൂത് പറയുമ്പോൾ ജീസസ് വേൾഡിനോട് ഞാൻ ദൂത് പറയുക. ശ്രദ്ധിച്ചേ, ഇത് ഇരട്ടിപ്പിന്റെ സമയമാണ്. ഓ ഹല്ലേലൂയ. ഇത് വർദ്ധിക്കുന്ന സമയമല്ല, ഇരട്ടിക്കുന്ന സമയമാണ്. 1 2 ആകും, 2 4 ആകും, 4 8 ആകും, 8 16 ആകും, 16 32 ആകും, 32 64 ആകും, 64 128 ആകും, 128 256 ആകും. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇരട്ടിപ്പ് വരികയാണ്. It is going to increase. കൂടെ ഉണ്ടെങ്കിൽ തുള്ളിച്ചാടി രാമേൻ പറ. ഇരട്ടിക്കുകയാണ്, വർദ്ധിക്കുകയാണ്, ഇരട്ടിക്കുകയാണ്, വർദ്ധിക്കുകയാണ്, ഇരട്ടിക്കുകയാണ്. ആ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നു. നിങ്ങളിപ്പോ വാങ്ങുന്ന ശമ്പളം ഇരട്ടിക്കാൻ പോകുകയാണ്. കേൾക്കുന്നോ? ഞാൻ ചിലതിനോട് പറയുക, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ബിസിനസ് ഇരട്ടിക്കുകയാണ്. അറിയില്ലേ? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നോ? നിന്റെ ലാഭം ഇരട്ടിക്കും. നമ്മുടെ ചർച്ചിനെ സഹായിക്കുന്ന ഒരു ബ്രദർ കഴിഞ്ഞ ദിവസം വന്ന് കുറച്ച് സാമ്പത്തിക ഞെരുക്കമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സത്യത്തിൽ നീ കർത്താവിൻ്റെ വേലയ്ക്കോ ജോൺ ദാരു ബ്രദറിൻ്റെ കയ്യിലോ നീ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ശരിക്കും ദൈവ മനുഷ്യനാണെങ്കിൽ, ഈ സഭ ദൈവത്തിൻ്റെ ആണെങ്കിൽ, പിന്നെ നീ ഞെരുക്കത്തിൽ പോകാൻ പറ്റത്തില്ല, വ്യവസ്ഥയില്ല. നീ ഇരട്ടിയേ ഒക്കത്തുള്ളൂ. നിനക്ക് ഇന്നലെ കിട്ടിയ ലാഭത്തേക്കാൾ ഇരട്ടി കിട്ടണം. അടുത്തിരിക്കുന്നവരോട് പറ, ഇന്നലത്തെ ലാഭത്തിന്റെ ഇരട്ടിയാകണം. ഞാൻ നിങ്ങളോട് പറയാം, 10 കടയുള്ളത് 100 മാറും. 100 കടയുള്ളത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോ. ഗാനിയോ ധോരോനിയോ ധലാനിയോ ധോരോക്കബ
റാസല ഖനാബ. ഞാൻ തിരുവല്ല സൈഡിൽ പോയാൽ, എന്ന് ആ സൈഡിൽ പോയാലും അവിടുത്തെ ആൻസ് ബേക്കറി കയറി അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കും. എനിക്ക് അവിടുത്തെ ഫിഷ് സാൻഡ്വിച്ച് ഇഷ്ടമാണ്, ട്യൂന സാൻഡ്വിച്ച്. എനിക്ക് അവിടുത്തെ ഒരു കാര്യം ഇഷ്ടമാണ്, അവിടുത്തെ റം കേക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ പ്രത്യേകിച്ച് ചില സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരമ്മച്ചിക്ക് വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കാൻ തോന്നിയതാണ്. അമ്മച്ചിയുടെ റം കേക്ക് എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ അടുത്തുള്ള ആളുകൾ വാങ്ങാൻ തുടങ്ങി. അമ്മച്ചിക്ക് മനസ്സിലായി ഇത് മാർക്കറ്റ് ചെയ്ത പ്രയോജനമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും നന്നായി വിൽക്കുന്ന ബിസിനസ്സുകളിൽ ഒന്നാണ് ആൻസ് ബേക്കറി. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ആൻസ് ബേക്കറിയുടെ ഒരു ബ്രാഞ്ച് ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നാലോ ഒന്ന്. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയോ? ഒരു ഹല്ലേലൂയ സ്വത്രമൊക്കെ പറ. നിങ്ങളിലും പല കഴിവുകളുമുണ്ട്. നിങ്ങൾ പറയുന്ന എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നാണ്. പൈസയല്ല വേണ്ടത്, ഐഡിയ ആണ് വേണ്ടത്. ഐഡിയ ഇസ് ദ മണി. ഒരു ഹല്ലേലൂയ പറയാത്ത എന്താ? പണമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ആവശ്യമുള്ളത്. അത് നിങ്ങൾക്ക് പണത്തെ തരും. നിങ്ങളെന്താ കൈയടിക്കാത്ത? ഒരു ആമീൻ പറയാത്തെ? നിങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത ഐഡിയകൾ ഉണ്ടാകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? ആശയങ്ങളാണ് വലുത് പണത്തെക്കാളും. അടുത്തിരിക്കുന്നവരോട് പറ, പണം ചെറുതാണ്, ആശയമാണ് വലുത്. ആശയങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരും. കൈയടിച്ചൊരു ആമേൻ പറ. അബ്രഹാമേ, നീ എങ്ങനെയുള്ള ആളായിരുന്നു? 15-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, മുമ്പത്തെ ആഴ്ച പറഞ്ഞു, 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു തുടങ്ങിയത് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ രാത്രിയാണ് തുടങ്ങിയത്. ഒരുപക്ഷെ നേരം വെളുക്കിനേക്കാൾ മുമ്പാണ് തുടങ്ങിയെന്ന് സംശയമില്ല. 4 മണിക്ക് മുമ്പാണ്, ഉറപ്പാണ്. അതുകൊണ്ട് അബ്രഹാമിനെ ദൈവം കൈ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോയിട്ട് മേളിലേക്ക് നോക്കടാ, നക്ഷത്രങ്ങൾ എത്ര ഉണ്ടെന്ന് പറയാമോ എന്ന് ചോദിച്ചത്. നക്ഷത്രങ്ങൾ മങ്ങുന്നതിനേക്കാൾ മുമ്പാണ് അവൻ പ്രാർത്ഥന തുടങ്ങിയത്. പക്ഷെ പ്രാർത്ഥന അവസാനിച്ചത് എപ്പോഴാണ് അറിയാമോ നിങ്ങൾക്ക്? വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ 10-18 മണിക്കൂറുകൾ അവൻ ദൈവത്തോടൊപ്പമായിരുന്നു. അബ്രഹാമിൻ്റെ 15-ാം അധ്യായം 17-ാം അധ്യായം എല്ലാം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അബ്രഹാമിൻ്റെ ഫെലോഷിപ്പുകൾ ആഴമുള്ളതായിരുന്നു. 10-15 മണിക്കൂറുകളായിരുന്നു ദൈവസന്നിധിയിൽ അബ്രഹാം ചെലവഴിച്ചിരുന്നത്. ആഴമുള്ളതായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? ഒരു ഹല്ലേലൂയ പറയാമോ? ശബ്ദയോടെ ഹല്ലേലൂയ പറയാമോ? ആ ആഴമേറിയ പ്രസൻസിൽ നിന്നാണ് അബ്രഹാം ഒരാളുടെ വാക്കിനാൽ വശീകരിക്കപ്പെട്ടത്. ആർ യു ലിസണിങ്? അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത് നമ്മളും വീഴാൻ വഴിയുണ്ട്. ഡോണ്ട് തിങ്ക് ദാറ്റ് വേ. ആരൊരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നു, ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ആള് ശലോമോൻ വീണുപോയി. ശക്തിയിൽ ഏറ്റവും ബലവാനായ ശിംശോൻ വീണുപോയി. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദും വീണുപോയി. പിന്നെയാണോ നമ്മൾ? എനിക്ക് എസെക്കിയേൽ പറഞ്ഞൊരു വാചകം ഇഷ്ടമാണ്. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിക്ക് ശേഷം ആരെങ്കിലും വീണതറിയാവോ? ശിംശോൻ വീഴട്ടെ, ദാവീദും വീഴട്ടെ, നിങ്ങൾ വീഴത്തില്ല. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദകീർത്തന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് പലപ്പോഴും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന് വാസ്തവത്തിൽ അറിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് സുപരിചിതമായ വാക്യം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാർ മതി. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വരാമോ? അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു തൽപ്പം വെള്ളം. തലയിൽ വെള്ളം ഒഴിക്കുന്നതിൽ കുഴപ്പമില്ലാത്ത ഒരാളും കൂടെ വരാമോ എൻ്റെ അടുത്തോട്ട്? കുറച്ച് വെള്ളം ഒഴിക്കണം, കുറച്ച്, ഒത്തിരി ഒഴിക്കല്ലേ. അത്ര ഒഴിച്ചാൽ മതി എന്നാണോ സോളി നീ പറയുന്നത്? വാ വാ കം.
നിന്നെ ഒഴിക്കാനാണോ? വാ. അത് അന്നമോൾ എന്ത് ചെയ്യും? അവളെയാണ് ഒഴിക്കാൻ എളുപ്പമുണ്ട്. വാ, വാടി. നിങ്ങൾ ആ വാചകം ഒന്ന് വായിച്ചേ. അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും വാ നിന്റെ തലയിലേ ഒഴിക്കുന്നുള്ളൂ. ആത്മാവിനെ പകരും. ഒരു രഹസ്യത്തിൽ പറയുന്നു, ഒഴിക്കരുത് അപ്പാന്ന്. നിങ്ങൾ എന്താണ് പരിശുദ്ധാത്മാവിനെ പകരുമെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതിനകത്തിലൂടെ മനസ്സിലാക്കിയത്? ഇങ്ങനെ എന്തോ ഒഴിക്കുന്നതിനെ കുറിച്ചല്ലേ? ആർ യു ലിസണിങ്? ആണോ അല്ലയോ? എന്തോ ഒന്ന് തലയിലേക്ക് ഒഴിക്കപ്പെടും, അതല്ലേ നമ്മുടെ ചിത്രം. അതുകൊണ്ട് എൻ്റെ അടുക്കൽ ആരോ ഒരാൾ വരുന്നതായിട്ടാണോ ചിന്തിക്കുന്നത്? ആരോ ഒരാൾ തലയെ കൂടെ ഒഴിക്കുന്നതായിട്ടാണോ ചിന്തിക്കുന്നേ? Tell me. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ബി ഇൻ മൈ പ്രസൻസ്. അത് അബ്രഹാമിനോട് പറഞ്ഞപ്പോ നമ്മുടെ തലയ്ക്ക് മനസ്സിലായി അവന്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ അടുക്ക് നിൽക്കുന്നത് പോലെയാന്ന് മനസ്സിലായി. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നപ്പോ ആരോ തലയിലേക്ക് ഒഴിപ്പിച്ച വെള്ളം പോലെയാണ് നമ്മുടെ തലയിലിരിക്കുന്നേ. ആണോ അല്ലയോ? പറ. മിണ്ടിയില്ലെങ്കിൽ കുനിച്ചിർത്തി ഇടി വരും. പറ. ബി ഇൻ മൈ പ്രസൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ആരോ ഒരാളുടെ അടുക്കൽ നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവ് നിങ്ങളുടെ മേൽ പകരുമെന്ന് പറയുമ്പോൾ തൈലക്കൊമ്പിൽ നിന്ന് ഒഴിക്കുന്ന എന്തോ പോലെയോ എന്തോ എവിടെ നിന്നോ ഒഴിക്കുന്ന എന്തുപോലെയോ ആണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് കയറുവാൻ ഇടയാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാക്യം കൊണ്ട് എഴുതിയിട്ടുണ്ട്, അഗ്നി നാവുകൾ പോലെ പിളർന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. അതും കൂടെ ആയപ്പോൾ നമ്മുടെ തലയിൽ എന്ത് കയറി? തീയുടെ നാളിൻ്റെ കഷ്ണം പോലെ വന്നിട്ട് ഇത് ഒഴിച്ചു, തലയെ കൂടെ ഒഴിച്ചു, തീ ഒഴിച്ചു. തീ ഒഴിച്ചു എന്ന് ചിന്തിച്ചത് കൊണ്ട് വ്യക്തി എന്ന ചിന്ത പോയി. പരിശുദ്ധാത്മാവ് വന്നപ്പോ ദൈവത്തിൻ്റെ ആത്മാവാണവൻ. സ്വർഗം മുഴുവൻ നിലനിൽക്കുന്ന സ്വർഗത്തിൻ്റെ മുഴുവൻ ആത്മാവാണത്. അത് തീ പോലെ ആകാം. സ്വർഗം ദഹിപ്പിക്കുന്ന, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ തീ പോലെ ആകാം. പക്ഷേ വന്നത് തീ പോലെയാണെങ്കിലും വന്നത് വ്യക്തിയാണ്. ഇവരുടെ മേൽ പതിഞ്ഞു എന്ന് പറയുന്നേക്കാളും എനിക്കിഷ്ടം അവരെ കെട്ടിപ്പിടിച്ചതാണ്. അതിനേക്കാൾ ഇഷ്ടം ഇവളിൽ സോക്കായതാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പോലെ വന്ന് ഇവളിൽ ഒന്നായി തീർന്നു, ഒരു വ്യക്തി പോലെ. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യരിൽ എഴുതുമ്പോൾ ഒരു വ്യഭിചാരിണിയുമായി ഒന്നാകുന്നവർ അവർ ശരീരം കൊണ്ട് ഒന്നാകുന്നത് പോലെ ദൈവമായി ഒന്നാകുമ്പോൾ അവർ ഒരു ആത്മാവാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയണം. പക്ഷെ പരിശുദ്ധാത്മാവ് തലയിൽ ഒഴിച്ച ലക്ഷണത്തിലാണ് നമ്മുടെ തലയിൽ ഇരിക്കുന്നത്. ഏതോ വെള്ളം കോരി തലയിൽ ഒഴിച്ച പോലെയും ഏതോ തീ കോരി തലയിൽ ഒഴിച്ച പോലെയോ അകത്തുള്ളത്. തീ പോലെയാണ് വന്നതെങ്കിലും വ്യക്തിയായാണ് പരിശുദ്ധാത്മാവ് വന്നത്. വ്യക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫെലോഷിപ്പ് മുറിഞ്ഞു പോകും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ വാചകം ഒന്ന് വായിക്കാവൂ. അപ്പോസ്തല ഉൽപ്പത്തി പുസ്തകം 17-1 അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അവന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, ബി ഇൻ മൈ പ്രസൻസ്. എല്ലാവരും പറഞ്ഞേ, ഇൻ മൈ പ്രസൻസ്. ഉറക്കെ പറ, ഇൻ മൈ പ്രസൻസ്. ആ വാചകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ആരാ അപ്പോൾ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്നയാള്?
പ്രസൻസ് ആണ്, സാന്നിധ്യമാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. ഓ, ഒന്ന് കൈ അടിക്കേ. അബ്രഹാമിനോട് ദൈവം പറയുവാ, ആ കൂട്ടായ്മ, ആ സാന്നിധ്യത്തിൽ നീ നിന്നാലേ എനിക്ക് നിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിന്നെ പെർഫെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എൻ്റെ ഉദ്ദേശങ്ങൾ നിന്നിൽ നിവർത്തിക്കാൻ പറ്റത്തുള്ളൂ, എൻ്റെ ആഗ്രഹങ്ങൾ നിന്നിൽ പരിപൂർണമാക്കാൻ പറ്റത്തുള്ളൂ. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഫെലോഷിപ്പ് എല്ലാവരും പറഞ്ഞേ. 1 കൊരിന്ത്യർ 1:8-9 വായിക്കും. അന്നമോളൊന്ന് വായിക്കാം, വരാമോ എൻ്റെ അടുത്തേക്ക്? അന്നമോളൊന്ന് അല്ല, സോളി വന്നാൽ മതി. എബ്രായർ 1 കൊരിന്ത്യർ 1:8-9 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായി ഇരിക്കേണ്ടതിന് അവിടെ എഴുതിയിരിക്കണ്ടോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ബി ബ്ലെയിംലെസ്. അതേ വാചകമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലെ. കർത്താവിന്റെ നാളിൽ, കർത്താവ് വരുമ്പോൾ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിനെ അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. അവസാനം വരെ ദൈവം നിന്നെ നിർത്തിക്കൊള്ളും. ഒരു പേടിയും പേടിക്കണം, നിങ്ങൾ വീഴത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറയാം, നിങ്ങൾ വീഴത്തില്ല, ഒരു കുറ്റവും നിങ്ങൾക്കുണ്ടാകത്തില്ല. പക്ഷെ അടുത്ത വാചകം കുറച്ചും കൂടെ ഗൗരവമുള്ളതാണ്. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നോക്ക, എന്നെ ദൈവം എന്ത് ചെയ്തിരിക്കുക? ഒരു കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുക. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തോട് എനിക്കൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ നീ നിൽക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വരവോളം നിനക്കൊരു കുറ്റം ഉണ്ടാകത്തില്ലെന്നാ. എന്നിട്ട് പൗലോസ് ഒരു പറച്ചിൽ പറഞ്ഞു, ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞ, നീ ഈ കൂട്ടായ്മയിൽ നിൽക്കുന്നുവെങ്കിൽ വീഴാതെ നോക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഓ, കൈയടിച്ച് ലേമീൻ പറയില്ല. ഈ കൂട്ടായ്മയിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോളം ദൈവം എന്ത് ചെയ്യാൻ വിശ്വസ്തനാണ്? നിന്നെ വീഴാതെ നോക്കാൻ വിശ്വസ്തനാണെന്നാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനം പറയുവേ. വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ അന്നമോള് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയും. ഞാനത് കേൾക്കത്തില്ല. അവള് പറയും അപ്പാ, ഞാൻ കേൾക്കത്തില്ല. ഞാൻ പറയും, ഞങ്ങൾ വർത്തമാനം പറയുന്നതിന്റെ ഇടയിൽ എന്തിനിടെ നീ വർത്തമാനം പറയുന്നേ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, ഞങ്ങൾ വർത്തമാനം പറയുന്നതിന്റെ ഇടയിൽ എന്തിനാ നീ വർത്തമാനം പറയുന്നേ? ചോദിക്കേ. ഞങ്ങൾ വർത്തമാനം പറയുന്നത് കൊണ്ട് അവളുടെ വർത്തമാനം എൻ്റെ തലയിൽ കയറാത്ത. ഞാൻ വർത്തമാനം പറയുന്നോണ്ടാ അവള് പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യാത്ത. ഞങ്ങൾ വർത്തമാനം പറച്ചിൽ നിർത്തിയ അവള് പറയുന്നത് ഞാൻ കേൾക്കാൻ തുടങ്ങും. ഞാനും സോളിയും ഭാര്യയും ഭർത്താവുക. ഞങ്ങൾ വർത്തമാനം പറയുന്നില്ല എങ്കിൽ വേറെ ആള് പറയുന്നത് ഞാനോ ഇവളോ കേൾക്കേണ്ടി വരും. നിങ്ങൾ പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല. ഒടുവേ ആദ്യം ഈ വർത്തമാനം ശരിയായാലേ വേറൊരു വർത്തമാനം കയറാതിരിക്കത്തുള്ളൂ. ദൈവ സാന്നിധ്യത്തോടൊപ്പം നടക്കുവാൻ അബ്രഹാമിനെ ദൈവം പ്രോത്സാഹിപ്പിക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്. കാരണം കർത്താവിന് അബ്രഹാമിനെക്കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട്. വിശ്വാസികളുടെ പിതാവ് എന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തിൻ്റെ പിതാവ് എന്ന വിധത്തിൽ ദൈവം അബ്രഹാമിനെക്കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണ്. ആ വാഗ്ദത്തമാണ് അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നത്. നിന്നെക്കുറിച്ചും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. നമ്മളെ ഓരോരുത്തരെയും കുറിച്ചും ദൈവം വലിയ സ്വപ്നങ്ങളെയാണ് കണ്ടിരിക്കുന്നത്. അതിലേക്ക് ഒരാൾ എത്തേണ്ടതിന് ആ സാന്നിധ്യത്തെ വിട്ടുപിരിയാതെ അതിലായിരുന്നാട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിൻ്റെ പേര് വസന്ത എന്നാണ്. വലിയവള എന്ന സ്ഥലത്തു നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. വിശ്വാസികളെ അനർത്ഥം തൊടത്തില്ല എന്ന വചനം പറയുന്നത് പോലെ ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. വലിയ വലിപ്പമുള്ള വെയിറ്റുള്ള ഒരു കതക് സിസ്റ്ററിൻ്റെ വീട്ടിൽ ചാരി വെച്ചിരുന്നു. ആ കതക് സിസ്റ്ററിൻ്റെ തലയിലേക്ക് വീണു. സിസ്റ്ററിന് ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. പക്ഷേ സിസ്റ്റർ എങ്ങനെയോ എഴുന്നേറ്റു. സിസ്റ്ററിന് ഒരു വെള്ളം കുടിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ചർച്ചിലെ ലീഡേഴ്സ് ഹൗസ് വിസിറ്റിംഗ് നടത്തിയത്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാതിരുന്ന സമയത്താണ് ഇവർ കടന്നു ചെല്ലുന്നതും
ആ സമയത്ത് സിസ്റ്റർ കാര്യം പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണ്ണമായി ആ പ്രശ്നം മാറിപ്പോയെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുന്നത്. ഇത് എന്നുണ്ടായ സംഭവം? എങ്ങനെയാ തലയിലോട്ട് വീണത്? അത് ഇങ്ങനെ എൻ്റെ നെൻസെല്ലാം കൊടുത്ത് ഇങ്ങനെ ചാരി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പുറന്നോട്ട് തിരിയായിരുന്നു. അത് വന്ന് ഇവിടെ വന്ന് അങ്ങ് മറിഞ്ഞ് വീണത് ഇങ്ങനെ കവന്ന് കിടക്കുകയായിരുന്നു. പിന്നെ എഴുന്നേക്കാൻ എനിക്ക് വയ്യാതെ ആയി. അമ്മ കമന്ന് കിടക്കുന്നു, കഥവ് മുകളിൽ കൂടെ കിടക്കുന്നു. അപ്പം ഞാൻ എൻ്റെ യേശുവേ, എന്നെ നീ ഇവിടെ നിന്ന് ഉയർത്തി എഴുന്നേറ്റ് കൈ പിടിച്ച് ഉയർത്തി എഴുന്നേക്കെന്ന് കൊടുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നപ്പോൾ എങ്ങനെ എനിക്ക് തോന്നി ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇത് പൊക്കണോ. അങ്ങനെ അമ്മ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പൊട്ടലൊന്നും ഇല്ലാതെ ഇരുന്ന് എഴുന്നേറ്റനായി നന്ദി പറയുന്നത്. താങ്ക് യു ജീസസ്. കർത്താവ് വിടുവിച്ചു, കരുതിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. തലച്ചുറ്റ വേദന ഒന്നുമില്ല. അത് വീണതിനെ പ്രതിയുള്ള യാതൊരു പ്രയാസവും ഇല്ല. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. കരങ്ങളെ അടിച്ചാട്ടെ. വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടെയാണ് ഞാനിത് പറയുന്നത്. ഞാൻ എന്നും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഇടയിൽ നടക്കുന്ന ദൈവിക അത്ഭുതങ്ങളും അടയാളങ്ങളും എങ്ങനെ ഓരോ വീടുകളിലും എത്തിക്കാം. ഇന്നത്തെ ടെക്നോളജി സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലുമൊക്കെ നമ്മളെ കാണുന്ന ആളുകൾക്ക് വീടുകളിൽ ആ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അത് കുറേ കൂടെ വ്യക്തിപരമായി ചർച്ച കൂടെ ചേർന്ന് എങ്ങനെ ചെയ്യാം, അങ്ങനെ ചിന്തിച്ചപ്പോൾ കിട്ടിയ ഉത്തരവാണ് ഈ മാസം 30-ാം തീയതി ഏപ്രിൽ 30-ന് തൃശ്ശൂർ വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഹീലിംഗ് ക്രൂസൈഡാണ്. ടൗൺ ഹാളിൽ മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള വീടുകളിൽ, ലോകമെമ്പാടുമുള്ള നമ്മുടെ ചർച്ചുകളിൽ, സെൽ ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ ടെലികാസ്റ്റ് വരികയാണ്. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ജോയിൻ ചെയ്യാം, അവിടെ ഇരുന്നുകൊണ്ട് സൂമിൽ കണക്ട് ചെയ്യാം, നിങ്ങളുടെ രോഗങ്ങൾ പറയാം, നിങ്ങൾക്ക് അവിടെ ആയിരുന്നു തന്നെ സൗഖ്യം പ്രാപിക്കാം. ഈ അവസരം ഒരു നാളും മിസ് ചെയ്യരുത്. ഏപ്രിൽ 30 തൃശ്ശൂർ ടൗൺ ഹാൾ. എന്നാൽ നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ലിങ്കുകൾ കണക്ട് ചെയ്താട്ടെ. Supernatural is coming. Miracles are normal. Thank you. ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്കായും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവൻ്റെ അത്ഭുതങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ മഹത്വമുള്ളതാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ചിലത് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആ സാന്നിധ്യത്തോടൊപ്പമായിരുന്നാട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ. കർത്താവെ, ഈ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യത്തിൽ അപ്പോൾ ഇവർ ഓരോ നിമിഷവും ആയിരിക്കുവാൻ തക്കോണം ഈ കുടുംബങ്ങളെ സഹായിച്ചാട്ടെ അപ്പാ. ഈ കുടുംബങ്ങളുമേ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ഹല്ലേലൂയ. ഓരോ സത്യങ്ങളും ഞങ്ങളോട് സംസാരിക്കുന്നത് അടുത്ത ആത്മീയ അനുഭവത്തെയാണ്, അടുത്ത ആത്മീയ പടിയാണ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, സാന്നിധ്യത്തെ വിട്ടുപിരിയാതായിരിക്കുന്ന അബ്രഹാം പിന്നീട് തൻ്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് വരുന്നത് കാണാം. അതേപോലെ കർത്താവേ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ജീവിതഭാരങ്ങളിലായിരിക്കുന്നവർ കർത്താവെ അതിൽ നിന്ന് മാറി ദൈവത്തോടൊപ്പം നടക്കുന്ന അനുഭവത്തിലേക്ക് വരട്ടെ. ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറയുന്ന അനുഭവങ്ങളിലേക്ക്, കർത്താവെ അനുഗ്രഹങ്ങളിലേക്ക് ഈ കുടുംബങ്ങൾ ഓരോരുത്തരും വരട്ടെ അപ്പാ. ചില കുടുംബങ്ങൾക്ക് വീടുകളുണ്ടാകുന്നത് കാണാം. നാളുകളായിട്ട് വാടകയ്ക്കാണ്. ഒരു വീടുണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനെ ഒരു സാമ്പത്തിക നിലവാരത്തിലല്ലായിരിക്കുന്നത്. പക്ഷേ കർത്താവ് ചിലത് അവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. അപ്പോൾ സ്തോത്രം. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളും കർത്താവേ, അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വലിയ അത്ഭുതം ചെയ്യണമപ്പാ. പൂക്കളുടെ, അതായത് പെറ്റൽസ് അതുണ്ടാക്കി ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊടുന്നത് കാണാം. അവരുടെ ബിസിനസ് അതാണ്. അതിനെ ദൈവം വർദ്ധിപ്പിക്കുന്നത് കാണാം. അതിനെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണാം. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ.
നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. കാലിൽ ചെറുപ്പക്കാരിയാണ്, കാലിൽ എന്തോ കൊണ്ടിട്ട് കാലിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് നീര് വെച്ചതുപോലെ ആയിരിക്കുക. ആ കൊണ്ട പാട് ആഴത്തിലുണ്ട്. എന്നാൽ വലിയൊരു മുറിവല്ല, അത് കാലിൻ്റെ അകത്തോട്ട് തുളച്ചു കയറിയതുപോലെയാണ്. പക്ഷേ കാല് മുഴുവൻ നീരായിട്ട് ആ മുറിവിൽ നിന്ന് വെള്ളമെടുക്കുന്ന സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ. ഇപ്പോൾ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ചിലരെയും കൂടെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണും. ഒരു പച്ച ഡ്രസ്സിട്ട് പച്ചയ്ക്കകത്ത് വെള്ളപ്പൂക്കളുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. അപ്പോൾ നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി യേശുവേ, നന്ദി യേശു. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും അപ്പോൾ അവിടുത്തെ അത്ഭുത പ്രവൃത്തി ഉണ്ടാകണം, അവിടുത്തെ കരം ചലിക്കണമപ്പാ, വിടുതലുണ്ടാകണമപ്പാ. അപ്പോൾ നീ ചെയ്യുന്ന പ്രവൃത്തിക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും നിറയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ഏപ്രിൽ 22 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർബ്രിഡ്ജിന് സമീപം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഏപ്രിൽ 23 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഏപ്രിൽ 24 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം AJ ഹാൾ, കലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം.